സർ, ഒരു ബിസിനസ് കൺസൾട്ടന്റിന് ഒരു ബിസിനസ്സിനെ രക്ഷിക്കാൻ സാധിക്കുമോ? ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ പോലെയാണ്. നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് പറയുകയും ഡോക്ടർ ആ രോഗം ഡയഗ്നോസ് ചെയ്യുകയും അതുപോലെ ആ രോഗത്തിനുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് നിങ്ങളുടെ സിംറ്റംസ്, നിങ്ങളുടെ ബിസിനസ്സിനെ പുറകിലേക്ക് വലിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ സൊല്യൂഷൻ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു ബിസിനസ് ഓണർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിന് ഒരു ബിസിനസ്സിനെ രക്ഷിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം അവർ പറയുന്ന സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഓണർക്ക് സാധിച്ചില്ലെങ്കിൽ അവിടെ അത് ഫെയിലിയർ ആകുക തന്നെ ചെയ്യും. പല ബിസിനസ്സുകാരും ചിന്തിക്കാറുണ്ട് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ വെക്കുന്നത് ഒരു മോശം കാര്യമാണ് എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമല്ലോ, അതുപോലെ തന്നെയുള്ളൂ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് ഒരു ബിസിനസ്സുകാരൻ എത്തിപ്പെടുന്നത്. ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിന് നിങ്ങളുടെ ബിസിനസ്സിനെ പൂർണ്ണമായിട്ട് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്ഷൻ ബൈ സെക്ഷനായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെയിൽസിന് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ സെയിൽസിന് മാത്രമായിട്ടോ, അല്ലെങ്കിൽ സെയിൽസ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിങ്, അങ്ങനെ ഡിഫറെൻറ്റ് അക്കൗണ്ട്സ്, ഫിനാൻസ്, അങ്ങനെ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല സെക്ഷനിലായിട്ട് അല്ലെങ്കിൽ പല ബിസിനസ് ഫംഗ്ഷനുകളെ കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു ബിസിനസ്സിൽ അവിടുത്തെ ബിസിനസ് ഓണർ ആയിരിക്കും അവിടുത്തെ കിങ് എന്ന് പറയുന്നത്. ആ ബിസിനസ് ഓണർ ആയിരിക്കും അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നത്, ആ ബിസിനസ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഡൊമൈനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നോളജ് ഉള്ള വ്യക്തി ആ ബിസിനസ് ഓണർ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെയും നിങ്ങളുടെ മാർക്കറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള പൾസ് അറിയാവുന്ന വ്യക്തി ഈ ബിസിനസ് ഓണർ തന്നെയായിരിക്കും. എന്നാൽ ഒരു കൺസൾട്ടൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഓണറുടെ നോളജിനെ കൃത്യമായിട്ട് സ്ട്രീം ലൈൻ ചെയ്യുകയും അയാളുടെ നോളജ് ആൻഡ് സ്കിൽ ഗ്യാപ്പിനെ ഫില്ല് ചെയ്ത് അയാൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ബിസിനസ് മുൻപോട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻസ് ടേക്കൺ ബൈ ദി ബിസിനസ് ഓണർ.